ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്തുനിന്നൊരു ചോദ്യവും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാക്റ്റുകളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3ക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നുണ്ട്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ 9747886626 എന്ന് പറയുന്ന പേജ് 3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കുക, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. കാറ്റഗറി 2ൻ്റെ സോഷ്യലിൻ്റെ ഡിസംബർ 2017 നടന്നൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. നോക്കുക, അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആദ്യമായി ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യമായി ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷം 1974, 1969, 1975, 1991. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ. ബാങ്കുകളുടെ ദേശസാൽക്കരണമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതല്ലേ. നോക്കുക, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 1969 ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷം എപ്പോൾ എന്ന് ചോദിച്ചാൽ 1969. നമുക്ക് എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ബാങ്ക് ദേശസാൽക്കരണം അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് ദേശസാൽക്കരണം, നാഷണലൈസേഷൻ അല്ലേ, ബാങ്ക് നാഷണലൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നതിനെ ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിലുള്ളത് അല്ലേ. അതായത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നതിനെ ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് അല്ലേ. നോക്കുക, ഇവിടെ ബാങ്കിൻ്റെ ആകെ ഓഹരിയുടെ, ബാങ്കിൻ്റെ ടോട്ടൽ ഓഹരി ഉണ്ടല്ലോ അല്ലേ, ആ ഓഹരിയുടെ 50%, 51 അത് എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 50% കൂടുതൽ ഓഹരികൾ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ കൊണ്ടുവരുന്നതാണ് ദേശസാൽക്കരണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് എന്താണ് ഇവിടെ പറയുന്നത്, ബാങ്കിൻ്റെ ആകെ ഓഹരിയുടെ 50% കൂടുതൽ ഓഹരികൾ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ. ആ കൊണ്ടുവരുന്നതിനെ നമ്മൾ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ ദേശസാൽകൃത ബാങ്കുകൾ, അതല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയും നമ്മൾ, പൊതുമേഖലാ ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പൊതുമേഖലാ ബാങ്ക് എന്ന് മനസ്സിലായില്ലേ, എന്താണ് ദേശസാൽക്കരണം എന്ന് മനസ്സിലായില്ലേ. ഒന്നുമില്ല, എന്താണ് സ്വകാര്യ വ്യക്തികളുടെ, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ഇനി അതെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ദേശസാൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കിൻ്റെ ആകെ ഓഹരിയുടെ 50% കൂടുതൽ ഓഹരികൾ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അതാണ് ഈ ദേശസാൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെ, ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ ദേശസാൽകൃത ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് നമ്മൾ പറയില്ലേ അല്ലേ, ദേശസാൽകൃത ബാങ്കുകൾ അതല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നു. ക്ലിയർ ആയില്ലേ, എന്താണ് ദേശസാൽക്കരണം എന്ന് മനസ്സിലായില്ലേ, കൃത്യമായിട്ട് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ ബാങ്കിങ് മേഖലയുടെ വളർച്ച അല്ലെ, ബാങ്കിങ്ങിൻ്റെ വളർച്ചയെ എത്ര ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കൂ, അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 1770 മുതൽ 1969 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നമ്മൾ പഠിച്ചില്ലേ അല്ലേ. ആ ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ആദ്യഘട്ടം എന്നറിയപ്പെടുന്നത്. അതായത് ബാങ്കിങ് മേഖലയുടെ വളർച്ചയിലെ ആദ്യഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് മുതലാണ്, 1770 മുതൽ 1969 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്ന ആ വർഷമില്ലേ, അതുവരെയുള്ള ആ ഒരു കാലയളവാണ് ആദ്യഘട്ടം എന്നറിയപ്പെടുന്നത്. പിന്നീട് രണ്ടാം ഘട്ടം ആ 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടമാണ് രണ്ടാം ഘട്ടം എന്നറിയപ്പെടുന്നത്. 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടമാണ് രണ്ടാം ഘട്ടം എന്നറിയപ്പെടുന്നത്. ഇനി നിലവിൽ 1991 മുതലുള്ള കാലഘട്ടമാണ് മൂന്നാം ഘട്ടം. ഇതുവരെ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാം ഘട്ടം അല്ലേ, മൂന്നാം ഘട്ടമാണ്. ഓക്കെ, അപ്പോൾ ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ നമ്മൾ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചു. ആ വർഷങ്ങൾ പഠിച്ചു വയ്ക്കുക, ഏത് മുതൽ ഏത് വരെ എന്നുള്ളത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. 1770 മുതൽ 1969 വരെയുള്ള കാലഘട്ടം. രണ്ടാം
രണ്ടാം കാലഘട്ടം എന്ന് പറയുന്നത് 1969 മുതൽ 1990 വരെയും മൂന്നാം ഘട്ടം 1991 മുതലുള്ള കാലഘട്ടമാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒന്നാം ബാങ്ക് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. അതിൽ ആദ്യത്തേതാണ് വർഷം നമ്മൾ നോക്കുക. എപ്പോഴാണ് ഇത് നടന്നത് നോക്കുക. 1969 നമ്മൾ ആ ചോദ്യത്തിന് കിട്ടി. കൃത്യമായിട്ടുള്ള ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ജൂലൈ 19. 1969 ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്നിട്ടുള്ളത്. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1969 ജൂലൈ മാസം 19 തീയതി. 1969 ജൂലൈ മാസം 19 തീയതി നോക്കുക. 1969 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്ന സമയത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, അത് വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 1969 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്ന സമയത്ത് ധനകാര്യമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 1969 ജൂലൈ 19 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ചതിൻ്റെ ഭാഗമായിട്ട് അല്ലേ, എപ്പോഴാണ് ദേശസാൽക്കരിച്ചത്? ആദ്യ ദേശസാൽക്കരണത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 1969 ജൂലൈ 19 ഉണ്ടല്ലോ, ഈ ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്നില്ലേ. ആ ജൂലൈ 19 എന്താണ് ദേശസാൽക്കരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയി ആചരിക്കുന്നു. ഒന്നുമില്ല, ഈ ബാങ്ക് നാഷണലൈസേഷൻ ഡേ എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് ജൂലൈ 19. അതിന് കാരണം എന്താണ്? 1969 ജൂലൈ 19 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? ബാങ്ക് നാഷണലൈസേഷൻ ഡേ എപ്പോഴാണ്? ജൂലൈ 19. ഓക്കെ, അതിൻ്റെ കാരണം കൂടിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏത് വർഷം? 1969 ജൂലൈ 19. ആ ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് 14 ബാങ്കുകളെയാണ് അന്ന് ദേശസാൽക്കരിച്ചത്. ഓക്കെ, 1969 ഇന്ദിരാഗാന്ധി 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഓക്കെ, അതിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് അന്ന് ദേശസാൽക്കരിച്ചത്. ഓക്കെ, അതായത് മിനിമം 50 കോടിയെങ്കിലും മൂലധനമുള്ള ബാങ്കുകളെയാണെന്ന് ആലോചിക്കണം. 1969 കാര്യമാണ് ഈ പറയുന്നത്. ആ 1969 കാര്യം 50 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് അന്ന് ദേശസാൽക്കരിച്ചത്. ഓക്കെ, പിന്നെയോ ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്നല്ലോ. ഈ 1969 എന്ന് പറയുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ചോദിക്കില്ലേ. ഈ വർഷം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തുള്ളതാണ്? ഈ വർഷം നോക്കുക, 4ാം പഞ്ചവത്സര പദ്ധതി അല്ലേ. അപ്പോൾ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം അല്ലേ, ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്ന പഞ്ചവത്സര പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ 4ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ്? 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആദ്യത്തേക്ക്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം അല്ലേ. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം എപ്പോഴാണ് നടക്കുന്നത്? അത് 1980 വർഷം ഏപ്രിൽ 15 ദിവസം. ഓക്കെ, അപ്പോൾ 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ആദ്യത്തേത് 1969 രണ്ടാം ഘട്ടം 1980 നടക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 1980 ഏപ്രിൽ മാസം 15 തീയതി 1980 ഏപ്രിൽ മാസം 15 തീയതി 6 ബാങ്കുകളെ അന്ന് ദേശസാൽക്കരിച്ചു. ഓക്കെ, ആദ്യഘട്ടം എത്രയായിരുന്നു? ആദ്യഘട്ടത്തിൽ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ 1980 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഓക്കെ, അപ്പോൾ ഈ 1980 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ച സമയത്ത് പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? അത് 6ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. നമ്മൾ ആദ്യം പഠിച്ചു ആദ്യഘട്ടം അല്ലേ. ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1969 നടക്കുമ്പോൾ അത് എത്രാമത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു നടന്നതെന്ന് വെച്ചാൽ 4ാം പഞ്ചവത്സര പദ്ധതി കാലത്തും. ഇനി അടുത്തത് രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്തുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടക്കുന്നത്. അപ്പോൾ ആദ്യ ബാങ്ക് ദേശസാൽക്കരണത്തിൽ 50 കോടി മൂലധനമുള്ള ബാങ്കുകളെയാണ് 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചതെങ്കിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് 200 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. എത്ര രൂപ? 200 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ. നോക്കൂ, രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തിന് ശേഷം ആകെ 20 പൊതുമേഖലാ ബാങ്കുകളാണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം കഴിയുമ്പോൾ അന്ന് 6ഉം ആദ്യത്തേത് 14 ചേർത്തി ആകെ ഇന്ത്യയിലെ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നു കഴിയുമ്പോൾ 20 പൊതുമേഖലാ ബാങ്കുകൾ അല്ലേ, 20 പൊതുമേഖലാ ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. ഈ 1993 ആയപ്പോൾ 80 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. അന്ന് 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു.
രൂപീകരിച്ചു. അങ്ങനെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണത്തിലെയും രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിലെയും മൊത്തം എത്രയായി? 20 ബാങ്കുകൾ, 14 മാറും 20 ബാങ്കുകൾ ദേശസാൽക്കരിച്ച ബാങ്കുകളായി 1980 ശേഷം, രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിന് ശേഷം. പക്ഷേ പിന്നീട് 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഏതാണ് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഓക്കെ, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അങ്ങനെ ലയിച്ചതോട് കൂടിയിട്ട് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പിന്നീട് 19 മാറി. ഓക്കെ, അപ്പോൾ 1993 എത്രയായിരുന്നു ഈ ബാങ്ക്? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചതോട് കൂടിയിട്ട് 19 നാഷണലൈസ്ഡ് ബാങ്കുകളായി മാറി. പിന്നീട് നിലവിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ കുറേ ബാങ്ക് ലയനം നടന്നിട്ടുണ്ട് അല്ലേ? ആ ബാങ്ക് ലയനങ്ങളുടെ ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ അത് എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. ഓരോ ബാങ്കുകളെ കുറിച്ച് പറയുമ്പോൾ SBIയിൽ തന്നെ അങ്ങോട്ട് ലയിച്ചിട്ടുണ്ട് അല്ലേ? വിജയ ബാങ്ക്, കേന ബാങ്ക്, അങ്ങനെ കുറേ ബാങ്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അത് പഠിക്കാം. നിലവിൽ നിങ്ങൾ എത്ര നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 12 ബാങ്കുകളാണുള്ളത് അല്ലേ? പലതും പലതിലും ലയിച്ചു. അങ്ങനെ ലയിച്ച് നിലവിൽ 12 എന്താണ് പൊതുമേഖല അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഉള്ളത് എന്ന കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം, രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. അത് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്. നമുക്ക് RBIനെ കുറിച്ചിട്ടാണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച്, അങ്ങനെ ബാങ്കുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവയുടെ ദേശസാൽക്കരണവും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഫാക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജസ്റ്റ് വളരെ ചെറിയൊരു കണ്ടൻറ്റാണ് നമ്മൾ എടുത്തത്, ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിൽ ചുവടെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം എന്ത് ചെയ്യാം? നമ്മുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം, കേട്ടിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്